ഹായ് ഗെയ്സ്, ഇന്ന് നമ്മൾ ഊട്ടിയിൽ വന്നതാണ് കേട്ടോ. ഊട്ടിയിൽ പുഷ്പമേളയുടെ സമയമാണ്. ഊട്ടിയിൽ നല്ല തണുപ്പും ചെറിയ ചാറ്റൽ മഴയും. ഈ പുഷ്പമേള നടക്കുന്ന തിരക്ക് ഭയങ്കരം തന്നെ. കേരളത്തിൽ നിന്ന് മാത്രമല്ല, തമിഴ്നാട്, കർണാടക, ആന്ധ്ര എല്ലാ സ്ഥലത്തു നിന്നും ഇഷ്ടം പോലെ ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഡൽഹി, രാജസ്ഥാൻ എല്ലാ സ്റ്റേറ്റിൽ നിന്നും എത്തിച്ചേരുന്നത് കാരണം ഈ പുഷ്പമേള കാണാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ സീസൺ ആകുന്ന സമയത്ത് പൊതുവേ നല്ല തിരക്കുണ്ടാകുന്നുണ്ട്. ഇപ്രാവശ്യം വ്യത്യസ്തമായിട്ടുള്ള പൂക്കളാണ് അലങ്കരിച്ചിട്ടുള്ളത്. നമ്മൾ ഫസ്റ്റ് തന്നെ കണ്ട ഈ കൊട്ടാരം അത് പൂക്കളാൽ നിർമ്മിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഓരോ രൂപങ്ങൾ ഓരോ വർഷം അവർ ഉണ്ടാക്കി വെക്കുന്ന അത് ഫുള്ള് വ്യത്യസ്തമായിട്ടുള്ള കളർ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചാണ് കേട്ടോ. ഇത് കുട്ടികളും മറ്റും കുടുംബസമേതം പേരൻസിന് കൂടെ നിന്ന് ഇത് ആസ്വദിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. ഇതിൽ വ്യത്യസ്ത റോസാപ്പൂക്കളുണ്ട്, അതുപോലെ ലില്ലി, മറ്റ് ലോട്ടസ്, മല്ലിക എല്ലാ ഇനത്തിൽ പെട്ടിട്ടുള്ള വ്യത്യസ്ത പൂക്കളാണ്. ഇഷ്ടം പോലെ ആളുകൾ ഇത് തമിഴ്നാട്ടിലെ ഊട്ടി തമിഴ്നാടാണെങ്കിലും ഈ പുഷ്പമേള നടക്കുന്ന സമയത്ത് തമിഴ്നാട്ടിലെ ഒരുപാട് ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നു. ഊട്ടിൻ്റെ ശരിക്കും പേര് ഉദകമണ്ഡലം എന്നാണ്. അത് കാണുന്ന വയലറ്റ് ഫ്ലോറൊക്കെ ഏറ്റവും കൂടുതൽ ഇതേപോലെ തണുപ്പുള്ള പ്രദേശങ്ങളിൽ ഉണ്ടാകുന്നതാണ്. അവ ഇവിടെ എത്തിച്ചിട്ടും അതേപോലെ നല്ല ഉഷാറിൽ നിൽക്കാൻ കാരണം തണുപ്പുള്ള ആ ഒരു വെതർ കാലാവസ്ഥ കൂടിയാണ്. ഞങ്ങൾ വരിവരിയായിട്ട് ഇത് കണ്ടുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോയിട്ടാണ്. പൂക്കൾക്ക് വേണ്ടി നനച്ച് കൊടുത്തിട്ട് മണ്ണൊക്കെ ആകെ ചെളിവിളിയായിട്ടുണ്ട്. പക്ഷേ അതിലൂടെ നടക്കിയ മാർഗ്ഗമുള്ളൂ. ഇത് മുഴുവൻ കണ്ടു തീരണമെന്നുണ്ടെങ്കിൽ അത്രയുണ്ട്. ഇവിടെ 126ാമത് പുഷ്പമേളയാണ് അവിടെ എഴുതിയിട്ടുണ്ട്. ആ എഴുതി വെച്ചിട്ടുള്ളതും പൂക്കൾ കൊണ്ടാണ് കേട്ടോ. ആ ചുവപ്പ് കളറിൽ കാണുന്നതൊക്കെ ഫുള്ള് പൂക്കളാണ്. ആളുകൾ അത് വെച്ച് സെൽഫി എടുക്കുന്നുണ്ട്. പല സ്റ്റേറ്റിൽ നിന്നും ഈ സീസണിൽ വരുന്ന വിരിയുന്ന പൂക്കൾ ഇവിടെ എത്തിച്ചിട്ട് അതുകൊണ്ടാണ് ഇതെല്ലാം അലങ്കരിച്ചിട്ടുള്ളത്. ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ തന്നെ ദിവസങ്ങൾ എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പൂക്കൾ കണ്ടോ, ഇത് നല്ലൊരു വയലിൻ്റെ ചിത്രം അതിപ്പോൾ അവർ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഉള്ളിൽ ഒരു ഷേപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് അതിന് മുകളിലാണ് പൂക്കൾ പതിക്കുന്നത്. ഇത് ഒരുപാട് ആളുകൾ കണ്ടോ, ഇവരിവിടെ ഇരുന്ന് അലങ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ തന്നെയാണ് ഇതൊക്കെ അലങ്കരിക്കുന്ന ജീവനക്കാരെ അവർ കണ്ടെത്തിയിട്ടുള്ളത്. കുറച്ച് കലാബോധം ഉള്ളവരും കൂടിയാണ്. ഇത് കണ്ടോ, നല്ല ഡിസ്നിയിലെ കൊട്ടാരത്തിൻ്റെ ഷേപ്പിലുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ മുഖ്യ ആകർഷണം പ്രാവശ്യം. അത് കംപ്ലീറ്റ് പൂക്കളാണ് കേട്ടോ. വൈറ്റ്, അതേപോലെ റെഡ്, ഓറഞ്ച്, ബ്ലൂ, വയലറ്റ്, യെല്ലോ എല്ലാതരം പൂക്കളും ഉണ്ട്. ഇത് ട്രെയിനിൻ്റെ ഷേപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ട്രെയിനിൻ്റെ അനൗൺസ്മെൻറ്റും അവിടെ കേൾക്കാം. ഇത് ട്രെയിനിൻ്റെ എൻജിൻ്റെ ഷേപ്പാണ്. ഇത് അതിൻ്റെ ബാക്കിൽ ബോഗി ഷേപ്പും കൂടി അവർ കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് പൂക്കളെ അലങ്കരിച്ചുകൊണ്ടാണ് ആ ട്രെയിന് അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഊട്ടി പുഷ്പമേള നടക്കുകയാണ്. ഉദകമണ്ഡലം എന്നാണ് തമിഴിൽ പറയാമെന്ന് നമ്മൾക്ക് അറിയാലോ. ഉദകമണ്ഡലം പുഷ്പമേളയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സദേൺ റെയിൽവേൻ്റെ SR എന്നുള്ളതും പൂക്കൾ കൊണ്ട് അതിൽ അലങ്കരിച്ചിട്ടുണ്ട്. പിന്നെ ചക്രത്തിന് എല്ലാം പൂക്കൾ കൊണ്ട് തന്നെയാണ് അതിൻ്റെ ഷേപ്പ് കൊടുത്തിട്ടുള്ളത്. ഇത് ഊട്ടിയിലെ ബൊട്ടാണിക്കൽ ഗാർഡനിലുള്ള പഴയ കൊട്ടാരം. ഇതിന് ഉള്ളിലും പൂക്കൾ തന്നെയാണ്, അതുപോലെ ചെറിയ ചെടികളും ഒരുക്കിയിട്ടുണ്ട്. ഇതൊക്കെ കംപ്ലീറ്റ് ചെടികളാൽ തീർത്താണ് കേട്ടോ. അത് ഈ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂക്കൾ വിരിയുന്ന സമയം കൂടിയാണ്. ഈ ട്രെയിനിൻ്റെ ചുറ്റും ഇഷ്ടം പോലെ ആൾക്കാരാണ് അത് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഫാമിലി ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. എല്ലാവരും സ്വെറ്റർ ഉപയോഗിച്ചിട്ടുണ്ട്, ഏറെ കുറേ പേര്, കാരണം നല്ല തണുപ്പായതുകൊണ്ട്. ഇതവിടെ നിന്ന് വരുന്ന വഴിയാണ്. ഇവിടെ കംപ്ലീറ്റ് ഇത് ബുഷ് എന്ന് പറഞ്ഞ പഴയ ചെടി കൊണ്ട് കുറേ ഷേപ്പുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ആനൻ്റെ അതുപോലെ മയിലിൻ്റെ പല പക്ഷികളൊക്കെ ഷേപ്പുകളുണ്ട്. പിന്നെ ആമ, വിമാനം, അങ്ങനെ ഇത് ഏറെക്കുറെ നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. ഇത് കണ്ട, ഇത് കമ്പിയിൽ തീർത്തിട്ടുള്ള വെൽഡ് ചെയ്ത് തീർത്തുള്ള ഒരു ഷേപ്പാണ്. ചെടികൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് ഇത് നമ്മളുടെ മല്ലിക, ചെണ്ടുമല്ലി. ഇത് കൊട്ടാരത്തിൻ്റെ തന്നെ ബാക്കി പഴയ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള കെട്ടിടമാണ്. അപ്പോൾ കുറച്ച് കച്ചവടക്കാരെ കൊന്നുണ്ട്, കാരണം നല്ല ആളുകൾ, പക്ഷേ അവർക്ക് കണ്ണ് കാണൂല. നല്ല ആളുകൾ ഉണ്ടായതുകൊണ്ട് കുട്ടികളെ ആകർഷിക്കാൻ പറ്റിയുള്ള നല്ല കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ല ടോയ്സിൻ്റെ കച്ചവടം. ഇത് വേറൊരു കച്ചവടക്കാരനാണ്. ഇതൊക്കെ പൂക്കൾ അലങ്കരിക്കുകയാണ്. കണ്ടോ, ഇഷ്ടംപോലെ സ്ത്രീകൾ അവരൊക്കെ സ്വെറ്റർ ഇട്ടിട്ടാണ്. ഈ പാക്കറ്റിൽ വന്നുള്ള കംപ്ലീറ്റ് പൂക്കളാണ്. ഇത് കാണാൻ വേണ്ടി നല്ല ക്യൂ ആണ് ഇവിടെ. കുട്ടികൾ സ്കൂള് അടച്ച വെക്കേഷനും കൂടി ആയതുകൊണ്ട് ഇത് കണ്ട ഒരു അടിപൊളി പൂവും ആ പൂവിലൊരു വണ്ട് തേൻ കുടിക്കുന്നു. കുട്ടികളൊക്കെ അതിൻ്റെ അടുത്ത് നിന്ന് സെൽഫി എടുക്കുകയാണ്. കാരണം ഇനി വെക്കേഷൻ കഴിയുമ്പോൾ നാട്ടിൽ പോയി ഫ്രണ്ട്സുകൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സമ്മാനം കൂടിയാണ് ഈ ഫോട്ടോസ്. ഇത് മരത്തിന് ചുവട്ടിലൊക്കെ പുൽത്തകിടൊക്കെ മഴ പെയ്തോടെ നല്ല പച്ചപ്പിൽ നിൽക്കുകയാണ്. മൊത്തത്തിൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ഒരു അടിപൊളി തന്നെയായിരുന്നു ഈ ഒരു സമയത്ത്, പുഷ്പമേളയുടെ സമയത്ത്. ഇത് കൂണ്
നല്ല ഡിസ്നി നമ്മളെ കാർട്ടൂണിൽ കാണുന്ന പോലെ കൂണൊക്കെ ചുവപ്പ് കളറിൽ കംപ്ലീറ്റ് പൂക്കളാൽ തീർത്ത് തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ മരങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഊട്ടി നമ്മൾ കാണുന്ന ആരെയും ആകർഷിക്കുന്നൊരു ശരിക്കും നമ്മൾ സ്വിറ്റ്സർലാൻഡിലൊക്കെ പോകുമ്പോൾ കാണുന്ന ആ ടൈപ്പ് മരങ്ങളാണ് ഏറെക്കുറെ ഉള്ളത്. ഇത് വലിയ താമരയോട് സാമ്യമുള്ള പൂവാണ്. ഇതിന് പേരെനിക്കറിയില്ല. വ്യത്യസ്തമായിട്ടുള്ള പൂക്കളാണ് അവിടെ വരുന്നത്. ഇത് ഏറെക്കുറെ ഈ പുഷ്പങ്ങൾക്ക് വേണ്ടി മാത്രം അതിൻ്റെ ഒരു കാലാവധി കഴിയുന്ന സമയത്തേക്ക് വേണ്ടി മാത്രം വന്നിട്ടുള്ളതാണ്. ഇവരൊക്കെ അടുത്ത ഒരു രൂപം പൂക്കൾ വെച്ചിട്ട് അലങ്കരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇഷ്ടംപോലെ പാക്കറ്റിൽ വന്നിട്ടുണ്ട്. ഈ ബക്കറ്റിലൊക്കെ വെള്ളം നിറച്ചിട്ട് അതിൽ ആദ്യം അത് ചെയ്യാതെ കുറച്ച് സമയം വെക്കുന്നുണ്ട്. ഈ പാക്കറ്റൊക്കെ കംപ്ലീറ്റ് റോസാപ്പൂക്കളാണ് കേട്ടോ. അടുത്ത രൂപം എനിക്ക് തോന്നുന്നു ഇവിടെ രൂപപ്പെടുന്ന ഫുള്ള് റോസാപ്പൂവിനെ അലങ്കരിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ആൾക്കാർ വിദേശികളൊക്കെ റെസ്റ്റ് എടുക്കുന്നുണ്ട്. അങ്ങോട്ട് നോക്കുമ്പോൾ മഞ്ഞ പൂക്കളിൽ തീർത്താണ്. ആകാശം ഇതിന് സാമ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ നല്ല മേഘങ്ങൾ കൊണ്ട് ചിത്രം വരച്ച പോലെ നമുക്ക് തോന്നും. ഇത് പച്ചപ്പ് ഈ കുന്നിൻ ചെരുവിൽ കംപ്ലീറ്റ് പുല്ല് വെച്ചിട്ടുള്ള പച്ചപ്പാണ്. പക്ഷേ അത് നമ്മൾ വേനൽക്കാലത്ത് ചെല്ലുമ്പോൾ ഉണങ്ങി തരിച്ച് കിടക്കുന്നതാണ്. ഇപ്പം മഴയും കൂടി പെയ്തോടെ ഒക്കെ വീണ്ടും പച്ചപ്പിലോട്ട് വന്നു. ഇത് അടുത്ത ഷേപ്പാണ്. അതിന് ഇവർ പൂക്കൾ പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒക്ടോപ്പസ് ഇല്ലേ, നീരാളി, അതിൻ്റെ ഷേപ്പാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഈ പാർക്കിൽ മൊത്തമായിട്ട് അവിടെയും ഇവിടെയും കുറേ ഷേപ്പുകൾ ഉണ്ടാക്കിയിട്ട് അതൊക്കെ പൂക്കൾ കൊണ്ട് അലങ്കരിക്കുക. പിന്നെ ഇത് കൂടാതെ ഇതേപോലെ കുറേ ചെടികൾ അതൊക്കെ പൂക്കളാൽ നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇതൊക്കെ പൂക്കൾ കൊണ്ട് കുറേ ഷേപ്പുകൾ ഇട്ടതാണ്. ഇതിൽ കാണാൻ വേണ്ടി വന്നുള്ള ഏറെക്കുറെ കേരളത്തിൽ നിന്നുള്ളവർ തന്നെയാണ് കേട്ടോ. മലയാളികളാണ്. തമിഴ്നാട്ടിലാണെന്നുണ്ടെങ്കിലും കൂടുതൽ എത്തുന്ന മലയാളികൾ തന്നെയാണ്. പിന്നെ കർണാടക സ്വദേശികളായിട്ടുള്ള ടൂറിസ്റ്റുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ആ പന്തൽ കെട്ടിയെടുത്തൊക്കെ പൂക്കൾ ഇറക്കിയിട്ട് അതിൽ നിന്ന് അടുത്ത ഷേപ്പ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പൂക്കളാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വാടി പോകാതിരിക്കാൻ വേണ്ടിയാണ് അവർ പന്തൽ കെട്ടി സംരക്ഷിക്കുന്നത്. ഈ വയലറ്റ് പൂക്കൾ കണ്ട പൊളിച്ചു വിട്ടാം. ഇതാരും ആകർഷിക്കണമെന്നായിരുന്നു. അതേപോലുള്ള ചുവപ്പ് പൂക്കൾ വെള്ളമാണ് ഇതിനടിയിൽ പുറത്ത് കാണുന്നത്. ഫുള്ള് അതിൻ്റെ മുകളിൽ പായൽ വന്ന് കിടക്കുകയാണ്. അതിന് അപ്പുറത്തെ സൈഡിലും നമുക്ക് ഇവിടെ നോക്കുമ്പോൾ പാർക്ക് പോലെ തോന്നും. കാരണം കംപ്ലീറ്റ് പൂക്കളാൽ അലങ്കരിച്ചിട്ടാണ് നിൽക്കുന്നത്. ഈ ചെടികൾ കാണാൻ വേണ്ടി കുട്ടികളടക്കം ഈ വേലിയിൽ കിടന്നിട്ട് ഇങ്ങോട്ട് നോക്കുകയാണ്. കൂടുതലായ്മ കിടക്കുന്ന അപകടം കൂടിയാണ്. ഒരു കയറ്റത്തേക്ക് കയറിയിട്ടാണ് ഈ ബാക്കിയുള്ള ഇവിടുത്തെ സീനുകൾ. പക്ഷേ എല്ലാവരും ഒന്നും കയറ്റത്തേക്ക് കയറണില്ല. കാരണം കയറാൻ ബുദ്ധിമുട്ടുള്ളവർ താഴെ നിന്നിട്ട് തന്നെ അവർക്ക് കാണാം. മുകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ അതൊരു വേറെ വൈബ് കണ്ടോ. ഇത് നമ്മളെ ഊട്ടി നായ എന്ന് പറഞ്ഞ ഒരു നായനെ ഞാൻ അവിടുന്ന് കണ്ടതാണ്. ആ കുട്ടി കളിപ്പിച്ച് പോയ കുട്ടീൻ്റെ ബാക്കിലായിട്ട് കുറച്ച് സമയം ആ നായ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല തണൽ കിട്ടാൻ കാരണം പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന കുറേ മരങ്ങളും ഇവിടെ കാണാം. ഈ മരങ്ങൾക്കൊക്കെ ഉള്ളിലൂടെ നടവഴികളാണ് കേട്ടോ. അത് ഫുള്ള് കട്ട വച്ച് നമുക്ക് നടക്കാൻ പറ്റിയുള്ള രീതിയിൽ, അത് വയലറ്റ് കളറെ പോലെ പച്ച, നമ്മളെ നാട്ടിൽ ചീര കൃഷി ചെയ്ത പോലെ ഉണ്ട്. പക്ഷേ അത് ചെടികളാണ്. ഈ കളർഫുള്ളായിട്ട് ഇത് നിൽക്കാൻ കാരണം തന്നെ ഈ ഇടവിട്ട് വരികളിലായി കൃഷി ചെയ്തുകൊണ്ടുകൂടിയാണ്. അതൊക്കെ കണ്ടും ആസ്വദിച്ചും കുറേ പേര് അതിനിടയിലൂടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പൊതുവേ നല്ല തിരക്കാണ്. ഈ ചെടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ നാട്ടിൽ കേരളത്തിൽ നിന്നൊക്കെയുള്ള ചെടികൾ ഇതിൽ അപൂർവമേ ഉള്ളൂ. മറ്റ് കർണാടക, ആന്ധ്ര ആ ഭാഗത്തു നിന്ന് വരുന്നത് തന്നെയാണ് കൂടുതലായിട്ടും. പിന്നെ തമിഴ്നാട്ടിൽ വിരിയുന്ന കുറേ പൂക്കളും തണുപ്പുള്ള സ്ഥലങ്ങളിൽ മാത്രം ആ കാലാവസ്ഥയ്ക്ക് സ്യൂട്ടായിട്ടുള്ള കുറേ ചെടികളുമാണ് ഇതിലേറെ കുറേ ഒരുക്കിയിട്ടുള്ളത്. ഈ പുഷ്പമേള ഇവിടെ വരുന്നതോട് കൂടിയിട്ട് കുറേ തമിഴ്നാട്ടിലെ ജീവനക്കാർക്ക് ഇവിടെ തൊഴിൽ കിട്ടണം. ഏറെക്കുറെ സ്ത്രീകളാണ്. ജോലിയൊന്നും ഇല്ലാതിരിക്കുന്ന അല്ലെങ്കിൽ ഇതേപോലുള്ള ചെറിയ കൂലി വേല ചെയ്യുന്ന കുറേ സ്ത്രീകൾക്ക് കുറേ ദിവസത്തേക്കുള്ള തൊഴിൽ ഇവിടെ ആയി. ഇതിലൂടെ നല്ല വരുമാനമാണ് കിട്ടുന്നത്. ശരിക്കും ഈ പാർക്കിൽ കയറാൻ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ 50 രൂപയായിരുന്നു. ഇപ്പോൾ ഈ പുഷ്പമേള വന്നതോട് കൂടിയിട്ട് അത് 125 രൂപയാണ് ഒരാൾക്ക് വാങ്ങിക്കുന്നത്. അതേപോലെ കുട്ടികൾക്ക് 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഒരു ഇളവുണ്ടായിരുന്നു. ഇപ്പോൾ 75 രൂപയാണ് കുട്ടികൾക്ക് വാങ്ങുന്നത്. ഇതിനുള്ളിൽ ടൂറിസം വകുപ്പിൻ്റെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു 1-2 കോഫി ഷോപ്പുണ്ട്. അത് അവരുടെ പെർമിഷനോട് ഇട്ടാണ്. പക്ഷേ കോഫി ഷോപ്പ് ഇത് കണ്ടോ, ജമന്തിയൊക്കെ, ചെണ്ടുമല്ലി, നമ്മുടെ നാട്ടിൽ ഓണത്തിന് വരുന്നത് പോലെ നല്ല കളർഫുള്ളായിട്ടുള്ള ചെണ്ടുമല്ലികളാണ്. ഇത് അതിനുള്ള സാമ്യമുള്ള മറ്റൊരു കളർ പൂവ് കേട്ടോ. ഇത് നമ്മൾ നേരത്തെ കാണിച്ചുള്ള വയലറ്റ് പൂവാണ്. ഇപ്പുറത്തെ സൈഡിലൂടെയുള്ള അതിൻ്റെ കാഴ്ച.
ഈ കാണുന്ന താമരല്ല, പക്ഷേ നമുക്ക് താമരയെന്ന് തോന്നും. ഈ വയലറ്റ് പൂക്കൾ കാശ്മീർ താഴ്വരകളിലൊക്കെ കാണുന്ന ആ സെയിം സാധനം ഏറ്റവും നമുക്ക് ഭംഗിയായിട്ട് ആസ്വദിക്കാൻ പറ്റിയുള്ളത് ഈ നിൽക്കുന്ന കൂട്ടത്തിന് പിറകിൽ ഇത് കളർഫുള്ളായിട്ട് വ്യത്യസ്ത ചെടികൾ മിക്സ് ചെയ്തിട്ട് കൃഷി ചെയ്താണ്. ഇനി ഈ ചെണ്ടുമല്ലിയുടെ കൂട്ടത്തിന് ഞാൻ അടുത്തോട്ട് പോയതാണ്. നല്ല സ്മെല്ലുണ്ട്. ചെണ്ടുമല്ലിൻ്റെ ആ ഫ്രഷ്നെസ് ഇത് കണ്ട കംപ്ലീറ്റ് റോസാപ്പൂക്കളാണെന്ന് തോന്നിപ്പോവും. അതിൻ്റെ ഷേപ്പ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും റോസാപ്പൂക്കൾ വെച്ചാണ്. അത് നമുക്ക് തോന്നൽ ഒരു വലിയ റോസാപ്പൂ അങ്ങനെ കുറേ പൂക്കൾ വെച്ചാണ്, പക്ഷേ അതല്ല. അതിൻ്റെ ഷേപ്പ് ഉണ്ടാക്കിയിട്ട് അതിന് മുകളിൽ പൂക്കൾ കൊണ്ട് ആ ഷേപ്പ് അലങ്കരിച്ചാണ്. ഇടയ്ക്ക് അതേപോലെ ബെഞ്ചുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ കുറേ ഫാമിലിയൊക്കെ ഇടയ്ക്ക് റെസ്റ്റ് എടുത്തുകൊണ്ട് ഇതൊക്കെ കണ്ട് ആസ്വദിക്കുന്നുണ്ട്. ഇനി കണ്ട ഈ മരം ഇത് കംപ്ലീറ്റ് ഇങ്ങനെ പടർന്ന് താഴോട്ട് തൂങ്ങി കിടക്കുകയാണ്. നല്ല നേർത്ത ഇലകളായിട്ട് നമുക്ക് ക്രിസ്മസ് ട്രീ ഒക്കെ ഒരുക്കാൻ പറ്റിയുള്ള ഒരു അടിപൊളി ട്രീ. ഈ പൂക്കൾ ചിലപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ വീട്ടിൻ്റെ അടുത്തുണ്ടാകും. കണ്ട ഇതാണ് കോഫി ഷോപ്പ്. ഇവിടെ ഒരു കോഫിക്ക് 50 രൂപ 80 രൂപയൊക്കെയാണ് കോഫി, ചായ, അതുപോലെ ഡ്രിങ്ക്സൊക്കെ. ഇത് ടൂറിസം വകുപ്പിൻ്റെ പെർമിഷനോടെ നടത്തുന്നതാണ്, പക്ഷേ നല്ല റേറ്റാണ് അതിനകത്ത്. അതിൻ്റെ ഒരു 7 അകലത്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കോഫീൻ്റെ നല്ല കാപ്പി പൊടിയുടെ സ്മെല്ലടിക്കും. നമ്മൾ എങ്ങനെയായാലും അതിലോട്ട് തന്നെ ആകർഷിക്കും. അവിടെ എത്തുമ്പോൾ എങ്ങനെ പോകാമെന്ന് വിചാരിച്ചവനും ഒരു കാപ്പി കുടിക്കാതെ അവിടുന്ന് പോകില്ല. അത്രയും നല്ല സ്മെല്ലാണ് വരുന്നത് കാപ്പീൻ്റെ. അതിൽ തന്നെ ചെറിയ മെഷീൻ വെച്ചിട്ട് അവർ കാപ്പി കുരു പൊടിക്കുന്നുണ്ട്. അങ്ങനെ അതിൽ ആ പൊടി വെച്ചിട്ട് തന്നെയാണ് നമുക്ക് കോഫി ഉണ്ടാക്കി തരുന്നത്. ടേസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ്, വലിയൊരു മാറ്റമൊന്നുമില്ല. പക്ഷേ ക്വാളിറ്റി ഉള്ള ഒറിജിനലാണെന്ന് പറഞ്ഞാൽ നല്ല റേറ്റും ഉണ്ട്. ഒറിജിനൽ സാധനമാണ്, കാരണം നമ്മുടെ മുന്നിൽ നിന്നാണ് പൊടിക്കുന്നത്. ഇവിടെ പിന്നെ മറ്റു ചില കച്ചവടക്കാരൊക്കെ ഉണ്ട്. ഇദ്ദേഹം ബബിൾസ് ഒരുക്കുകയാണ്. അത് വിൽപ്പനയാണ് കേട്ടോ. കുറേ കുട്ടികളൊക്കെ വാങ്ങി ബബിള് വിടുന്നുണ്ട്. ഇയാളെ പരസ്യത്തിന് വേണ്ടിയിട്ട് ബബിള് അയാൾ തന്നെ കുറേ പുറത്തോട്ട് വിടുന്നുണ്ട്. അപ്പുറത്തൊരു ഫാമിലി ബോൾ കൊണ്ട് കളിക്കുന്നുണ്ട്. അതിനൊക്കെ കളിക്കാൻ വിശാലമായിട്ടുള്ള നല്ല പച്ചപ്പുള്ള ഒരു സ്ഥലം കൂടി, ഏരിയ കൂടിയാണ് ബോട്ടാണിക്കൽ ഗാർഡൻ. ഇവിടെ ഒരു ഗാനമേള പ്രോഗ്രാം കൂടി നടക്കുന്നുണ്ട്. ഞാനത് കണ്ടപ്പോൾ അങ്ങോട്ട് ആകർഷിച്ച് ചെന്ന് നോക്കിയാണ്. പന്തലിട്ട് എല്ലാവർക്കും നല്ല ഇഷ്ടംപോലെ കസേരയും ഇരുന്ന് ആസ്വദിക്കാൻ പറ്റിയ അടിപൊളി പരിപാടി. ഇവിടെ നോക്കുന്ന സമയത്ത് നല്ല രഞ്ജിതമേ സോങ്ങാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. അത് തമിഴ് ഗായകർ തന്നെയാണ് പാടുന്നത്. അത് നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് തന്നെ നേരിട്ട് കേൾക്കാനായി. അടിപൊളിയായിട്ട് പാട്ട് പാടാണ്. എല്ലാവരും ഓഡിയൻസ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബോട്ടാണിക്കൽ ഗാർഡനിൽ വന്നിട്ടുള്ള ആളുകൾ മൊത്തം അതിനകത്ത് കയറുന്നുണ്ട്. ഇടയ്ക്ക് കുറേ അത് ആസ്വദിച്ചുകൊണ്ട് പുറത്തിറങ്ങുന്നുണ്ട്. വീണ്ടും അതിൽ ഒരുപാട് ആളുകൾ കയറുന്നുണ്ട്. ഇവർ ഈ പാട്ടാണെന്നുണ്ടെങ്കിൽ തുടർന്ന് ആ ദിവസം മുഴുവൻ ആളുകൾ മാറി മാറി പാടിക്കൊണ്ടിരിക്കുകയാണ്. പാട്ട് വേണം കേളുங்க, എല്ലാവരും அமைதியாக உட்காந்துருக்கீங்க. ഞാൻ അവിടുന്ന് പുറത്തിറങ്ങി കേട്ടോ. ഇഷ്ടം പോലെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കണം നല്ല പച്ച പുൽമേട്ടിൽ. നമ്മൾ ചിത്രം എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ പാട്ട് രംഗത്ത് കാണിക്കുന്ന ഒരു പുൽമേടാണ്. കുറേ സിനിമകളിൽ ഈ ഭാഗത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ബോൾ കൊണ്ട് കുറേ കുട്ടികൾ അവിടെ ഓടി കളിക്കുന്നുണ്ട്. ബോളൊക്കെ കളിക്കാൻ പറ്റില്ല, കുട്ടികൾ കളിക്കാൻ അടിപൊളി ഏരിയയാണ്. അവിടെ ഒരു തണ്ണിമത്തൻ്റെ ഷേപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ ബെഞ്ച് ഇരിപ്പിടായിരിക്കുന്നുണ്ട്. ഇത് ഷീറ്റ് വിരിച്ചിട്ട് കുറേ ഫാമിലി അവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ കണ്ടോ കുറേ ആൾക്കാർ റെസ്റ്റ് എടുക്കുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഒരു മേള രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പ്രദർശന സ്റ്റാളുകളായിട്ട് കുറേ സ്റ്റാളുകൾ വന്നിട്ടുണ്ട്. കുറേ ആളുകൾ വന്നവരൊക്കെ അത് വിസിറ്റ് ചെയ്യുന്നത്. ഇത് പൂക്കളുടെ സ്റ്റാളാണ് ഫസ്റ്റ് നമ്മൾ കണ്ടത്. അതിൽ വ്യത്യസ്ത ഇനം പൂക്കളുണ്ട്. ഇത് ഒരു ടൂറിസം ടീമിൻ്റെയാണ്, പ്രൈവറ്റാണ്. അവർ ഊട്ടിയിലെ എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടുകളുടെ ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ കർണാടക, മധുര, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇതിൽ ചെടികളാണ് കംപ്ലീറ്റ്.
വ്യത്യസ്ത ഇനത്തിൽപ്പെട്ടുള്ള ചെടി തൈകളായിട്ട് വിൽക്കുകയാണ്. അതൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു സ്റ്റാളാണ്. എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ട്, അവരത് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ അതിനടുത്തുള്ള തൈലങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്, പുൽത്തൈലം പോലുള്ള സാധനങ്ങൾ. അതൊക്കെ കരകൗശല സ്റ്റാളുകളുണ്ട്. അതുപോലെ വിത്തുകളുണ്ട്, മഞ്ഞൾ, മറ്റുള്ള സാധനങ്ങൾ. പിന്നെ നാച്ചുറലായിട്ടുള്ള പല പൗഡറുകൾ, അതേപോലെ തേന്, അങ്ങനെ കുറേ ഉണ്ട് കരകൗശല സ്റ്റാളുകൾ. പിന്നെ ഒരു സ്റ്റാളിൽ ഇതുപോലെ ഷുഗർ, പ്രഷറൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ അവരുടെ ഒരു കോഫി അവിടെ വെച്ചിട്ടുണ്ട്. ഇത് മുളയിൽ തീർത്തുള്ള ബ്രഷാണ്, നമ്മൾ പല്ല് തേക്കുന്ന ബ്രഷ്. പിന്നെ അതേപോലെ മുളയിൽ ചെയ്തിട്ടുള്ള മറ്റ് കരകൗശല സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. ഇതൊക്കെ കരകൗശല ഐറ്റംസാണ് കേട്ടോ. നമുക്ക് ആരെയും ആകർഷിക്കുന്ന രീതിയിൽ നല്ല കളർഫുള്ളായി ചിത്രങ്ങളായിട്ട് ചെയ്തിട്ടുണ്ട്. ഉണ്ട് വ്യത്യസ്ത ഇനം സാധനങ്ങളുണ്ട്, അതിലുള്ള ബാഗുകളുണ്ട്. ഇതൊക്കെ വിലക്കുറവും കൂടിയാണ്. പിന്നെ നാച്ചുറലായിട്ടുള്ള ചെറിയ തൈലങ്ങൾ, അച്ചാറുകൾ, അതേപോലെ ഒരുക്കിയിട്ടുള്ളതാണ്. നമ്മൾ മുളയിൽ തീർത്തുള്ള, ചിരട്ടയിൽ തീർത്തിട്ടുള്ള ഒക്കെ സാധനങ്ങളുണ്ട്. ഒക്കെ അവർ വിളിച്ച ആളുകളെ ആകർഷിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ കവാടം, ഒരുപാട് പൂക്കളാൽ തീർത്തുള്ള കുറേ കൊച്ചു കവാടങ്ങളാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഒന്നിച്ച് കാണുമ്പം അതിമനോഹരമാണ്. കവാടത്തു നിന്ന് കുറേ ആളുകൾ ഇപ്പോഴും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതേപോലെ തിരിച്ചു പോകുന്നതും കാണാം. അവരൊക്കെ തൊപ്പിയിട്ടുള്ള ക്യാപ്പ് തണുപ്പായതുകൊണ്ട് ആണ്. അതേപോലെ സെറ്ററും, ഇവിടെ സെറ്ററൊക്കെ നല്ല വിലക്കുറവിൽ കിട്ടുന്നുണ്ട്. നമ്മൾ 600 രൂപ 400 രൂപക്കൊക്കെ കടയിൽ കിട്ടുന്ന ഇവിടെ കുറഞ്ഞ 250 രൂപയൊക്കെ കിട്ടും. ഇത് കണ്ടോ, കാളവണ്ടീൻ്റെ ഈ ഷേപ്പ്. ഇത് രണ്ട് സൈഡിലും, കവാടത്തിന് രണ്ട് സൈഡിലുമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അന്നുണ്ടായിരുന്ന ഇവർ കൗതുകത്തിന് വേണ്ടിയിട്ട് വെച്ചതാണ്. അതേപോലെ ഇത് പാർക്ക് മോഡലാണ് ഒരുക്കിയിട്ടുള്ള. ഈ ഫ്രണ്ടിൽ അതിൽ വലിയ പൈൻ മരങ്ങളുമുണ്ട് സെൻട്രലായിട്ട് നിൽക്കുന്നത്. ചെണ്ടുമല്ലി കൊണ്ട് ചുറ്റിലും അലങ്കരിച്ചിട്ടുണ്ട്. അതേപോലെ ഇപ്പോൾ പുഷ്പമേളയ്ക്ക് വേണ്ടി എത്തിച്ചിട്ടുള്ള പൂക്കളും ഒരുക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഗായിക, സ്റ്റേജിൽ നിന്ന് പാടുന്ന ഗായികമാർ പുറത്തിറങ്ങിയിട്ട് ആൾക്കൂട്ടത്തിൽ വന്നിട്ട് അവർ പാട്ട് പാടുന്ന ആൾക്കാരെ ആകർഷിച്ച് കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഗാനമേള അവിടെ പൊടി പിടിച്ച് നടക്കുകയാണ്. അടിപൊളി പാട്ടുകളുമാണ് അവർ പാടുന്നത്. ഒരു സൈഡിൽ ഗാനമേള നടക്കുമ്പോൾ അവിടെ പുറത്ത് കാണാമെന്നുള്ള ആളുകൾ അടിപൊളിയായിട്ട് നിന്ന് ആടിക്കൊണ്ടിരിക്കുകയാണ്. ആടുന്നതിൽ ഏറെക്കുറെ ഞാൻ ചെന്ന് പരിചയപ്പെട്ടൊക്കെ മലയാളികൾ തന്നെയാണ്. അതോടൊപ്പം കർണാടക, മറ്റുള്ളിടത്ത് നിന്നൊക്കെയുള്ള ഗേൾസും കൂടി ആടുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള ജീവനക്കാർ കൂടി ആടുന്നത് ഞാൻ കണ്ടു. കാരണം ഇതിൻ്റെ വോളണ്ടിയേഴ്സ് കൂടി അവരെ കൂടെ കൂടി ആടുകയാണ്. പുറത്താണെന്നുണ്ടെങ്കിൽ ആടാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, ഗ്രൗണ്ട് ആയതുകൊണ്ട് ആ പച്ചപ്പിൽ നിന്നിട്ട് ആളുകളാണ് തിമിർത്ത് കലക്കി. ഇപ്പോഴും പുതുതായിട്ട് കുറേ പയ്യന്മാർ നമ്മൾ ഓഡിയൻസായിട്ട് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ വന്നിട്ടുള്ള ഫാമിലിയൊക്കെ അവരെ കൂടെ കയറി ആടാൻ തുടങ്ങി.
കാണികളെ കൊണ്ട് താഴെ നിർത്താതെ വീണ്ടും വീണ്ടും ആടിച്ച് ഗായകർ. അതിൻ്റെ ഒരു വോളണ്ടിയർ ചേട്ടൻ ഇടയിൽ കയറിയിട്ട് അപാര ഡാൻസ്. എനിക്ക് പോകാനുള്ള സമയമായിരുന്നു. ഞങ്ങളെ യാത്ര മസിനഗുഡി വഴിയായിരുന്നു. അപ്പോൾ മസിനഗുഡിയിൽ നിന്നൊക്കെ പറഞ്ഞാൽ ആന, അതുപോലെ കലമാന്, പുള്ളിമാന്, മയിൽ ഇതൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. അടിപൊളി. ആ മസിനഗുഡിൻ്റെ കാഴ്ചകൾ കണ്ടു. ഞങ്ങളങ്ങനെ പോയി. കണ്ട മാനാണ് ആ കാണുന്ന മുഴുവൻ. പുള്ളിമാനുകൾ നിന്ന് പുല്ല് മേയ്യാണ്. നല്ല സൂപ്പർ കാഴ്ചകളായിരുന്നു. ഇതൊക്കെ കൂട്ടത്തോടെ പുള്ളിമാനുകൾ നിൽക്കുകയാണ്. നമ്മളെ ഡ്രൈവർ അതെല്ലാം കാണിച്ച് പതുക്കെ വണ്ടി വിട്ടുകൊണ്ട് ഞങ്ങളങ്ങനെ മസിനഗുഡിയുടെ കാഴ്ചകളും കണ്ട് മസിനഗുഡി വനത്തിലൂടെ, ബന്ദിപ്പൂർ വനത്തിലൂടെ അങ്ങനെ മുന്നോട്ട് പോയി. മനോഹരമായ ഊട്ടി മസിനഗുഡി യാത്ര. മസിനഗുഡി വഴി ഊട്ടിയിലോട്ടൊരു യാത്ര.